ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ മുന്നണിയുടെ പടയോട്ടം ബി.ജെ.പിക്ക് തിരിച്ചടിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്ത പല പ്രമുഖർക്കും അടിതെറ്റി. ആദ്യ റൗണ്ടുകളിൽ വാരാണസിയും കൈവിടുമെന്ന പ്രതീതി ജനിപ്പിച്ച ശേഷമാണ് മൂന്നാം ഊഴത്തിൽ മോദിക്കും കാലുറപ്പിക്കാനായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 ലക്ഷത്തിലധികമായിരുന്നു മോദിയുടെ ഭൂരിപക്ഷമെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ അജയ് റായേക്കാൾ 1.5 ലക്ഷം വോട്ടേ ഇക്കുറി മോദിക്ക് ഭൂരിപക്ഷമുള്ളൂ. എന്നാൽ 7,44,716 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അമിത് ഷായുടെ വിജയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസം പക്ഷേ അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് തുണയായില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരി ലാൽ സ്മൃതിയെ പരാജയപ്പെടുത്തിയത് 1.5 ലക്ഷത്തിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ്. റായ്ബറേലിയിലും വയനാട്ടിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് രാഹുൽ ഗാന്ധിയും വിജയക്കൊടി നാട്ടി. വയനാട്ടിൽ 3,64,422 വോട്ടിനായിരുന്നു ജയമെങ്കിൽ റായ്ബറേലിയിൽ 4 ലക്ഷത്തിനടുത്ത് വരെ എത്തി രാഹുലിന്റെ ലീഡ്. സുൽത്താൻപൂരിൽ ബി.ജെ.പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ മനേക ഗാന്ധിയെ സമാജ്വാദി പാർട്ടിയുടെ രംഭൽ നിഷാദ് 43,174 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ലക്നൌവിൽ നിന്ന് ജനവിധി തേടിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 1,18,934 വോട്ടുകൾക്ക് ജയിച്ചു. പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ മത്സരിച്ച മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി 7 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ജയമുറപ്പിച്ചത്. വിവാദങ്ങൾക്ക് ശേഷം ജനവിധി തേടിയ മഹുവ മൊയ്ത്രയും 1/2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചു. ബഹ്റംപൂരിൽ പശ്ചിമബംഗാൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൌധരിയെ തൃണമൂലിന്റെ യൂസഫ് പത്താൻ 85,459 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. മുർഷിദാബാദിൽ നിന്ന് ജനവിധി തേടിയ CPM അധ്യക്ഷൻ മുഹമ്മദ് സാലിമിനും ജയം അകലെയായി. തൃണമൂലിന്റെ അബു താഹിർ ഖാൻ 1,64,215 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറി. കർണാടകയിലെ ഹസനിൽ മത്സരിച്ച ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രേയസ് എം പട്ടേൽ 42,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.